കലോത്സവം സമാപനത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഉത്സവം എന്ന നിലയ്ക്ക് കൗമാര കലയുടെ ഉത്സവം സമാപനത്തോടടുക്കുന്നു എന്നതൊരു കാര്യം. മറ്റൊന്ന്, ജനപ്രിയ ഇനങ്ങളൊക്കെ വേദിയിലെത്തിയ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നും അതിന്റെ ബാക്കി തുടർ വിവിധ വിഭാഗങ്ങളുള്ള മത്സരമുണ്ട്. അതായത് നാടകവും മിമിക്രിയും. ഹൈസ്കൂൾ വിഭാഗം നാടകം യഥാർത്ഥത്തിൽ ഇന്നാണ്. അതോടൊപ്പം വിവിധ മിമിക്രി അടക്കമുള്ള പൊതുവെ ജനപ്രിയ ഇനങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകളുടെ വലിയ പങ്കാളിത്തം, അതായത് കാണികളുടെ വലിയ പങ്കാളിത്തമൊന്നും ഇല്ലെങ്കിലും ജനപ്രിയ ഇനങ്ങൾ ഇങ്ങനെ തുടരുന്നുണ്ട്. സംഘാടനവും അതൊക്കെ ആ നിലയ്ക്ക് മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതിലേക്ക് തന്നെ വന്നാൽ, അതായത് ആദ്യ ദിനം മുതൽ, കലോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ജില്ലകളുടെ പട്ടികയിൽ, അതായത് മികച്ച പോയിന്റുള്ള ജില്ലകളുടെ പട്ടിക എടുക്കുമ്പോൾ കണ്ണൂരിന് വലിയ ആധിപത്യം അവകാശപ്പെടാൻ കഴിയുകയില്ലെങ്കിലും ആദ്യ ദിനം മുതൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. അതിനെ മറികടക്കാൻ ഏതെങ്കിലും ഒരു ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 713 പോയിന്റാണ് അതായത് കണ്ണൂർ ജില്ലയ്ക്കുള്ളത്. അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയാണ്. പക്ഷേ ഏത് സമയവും അത് മാറി മറിയാവുന്നതാണ്. ഇനി അവശേഷിക്കുന്ന ഇനങ്ങളിലെ ഗ്രേഡുകൾ കൂടി പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ സാധ്യത കൂടി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ചാമ്പ്യൻ പട്ടം ജില്ലയ്ക്ക് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആദ്യ ദിനം മുതൽ ഇതുവരെ കണ്ണൂരിനെ മറികടന്നിട്ടില്ല. 713 കണ്ണൂർ ജില്ലയുടെ പോയിന്റ്. തൃശൂർ രണ്ടാം സ്ഥാനത്ത് 708, പാലക്കാട് 702 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. തൊട്ടു പിന്നാലെയും മറ്റ് ജില്ലകളും നല്ല മികച്ച പ്രകടനത്തോടുകൂടി തന്നെ പിന്നാലെ തന്നെ ഉണ്ട് എന്നൊരു വസ്തുതയാണ്. കാരണം നാലാം സ്ഥാനത്തുള്ള പാലക്കാട് 702 പോയിന്റ് ഉണ്ട്. അഞ്ചാം സ്ഥാനത്തുള്ള മലപ്പുറത്ത് 681 പോയിന്റ് ഉണ്ട്. അത് പക്ഷേ ഒരു മത്സരത്തിലെ എ ഗ്രേഡ് നേടുന്ന കുട്ടികളുടെ എണ്ണത്തിലെ മാറ്റം മാത്രം മറികടക്കാൻ കഴിയുന്ന പോയിന്റ് നിലയാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷേ ഇതുവരെയുള്ള ട്രെൻഡ് പരിശോധിച്ചാൽ കണ്ണൂർ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സജീവമാണ്. കാണികളുടെ ഒരു പങ്കാളിത്തത്തിലെ കുറവ് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം വളരെ മികച്ച നിലയിൽ തന്നെ പുരോഗമിക്കുകയാണ്. പക്ഷേ ചില വേദികളിലും ഇടങ്ങളിലുമൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന പ്രോത്സാഹനത്തിന് കുറവൊന്നുമില്ല എന്നത് മാത്രമേ ഉള്ളൂ. ചില സദസ്സുകൾ ശുഷ്കം എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ അതിഗംഭീരമായിട്ട് പുരോഗമിക്കുകയാണ്. എന്നോടൊപ്പം മേഘന കൂടി ചേരുകയാണ്. മേഘന, കപ്പ് കണ്ണൂരിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്താണ് സ്ഥിതി? അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ഇന്ന് 4ാം ദിവസമാണ്. നാളെ മാത്രമേ കലോത്സവം ബാക്കിയുള്ളൂ. കുട്ടികൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് നാളെ മാത്രമാണ്. അതുകൊണ്ട് ഈ സ്വർണ്ണ കപ്പിനുള്ള പോരാട്ടം അത് വാശിയായി തുടരുന്നു. വാശിയേറിയ ഈ ദിവസം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് ഇപ്പോൾ പോയിന്റ് നില എന്ന് പറയുന്നത് കണ്ണൂരിന് 713 പോയിന്റാണ്. 713 പോയിന്റ് എപ്പോൾ വേണമെങ്കിലും മാറി മറിയും. കാരണം ഇന്ന് ശക്തമായ നാടകമടക്കമുള്ള മിമിക്രിയും മോണോ ആക്ടും അടക്കമുള്ള മത്സരങ്ങൾ നടക്കുന്നു. ഈ മത്സരഫലം അറിഞ്ഞാൽ ചിലപ്പോൾ ഈ പോയിന്റ് നില മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തുടക്കം മുതലുള്ള ഒരു ജൈത്രയാത്ര കണ്ണൂർ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കുട്ടികളുടെയും ജില്ലയുടെ പ്രതിനിധികളായി വരുന്നവരുടെയും ഒക്കെ വാശി വർദ്ധിക്കും എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കപ്പ് നേടിയെടുക്കാനുള്ള ഒരു മത്സരം വർദ്ധിക്കും ഈ 4ാം ദിവസം. 4ാം ദിനത്തിൽ ഒരുപാട് മത്സരങ്ങളുണ്ട്, ഇനങ്ങളുണ്ട്. അപ്പോ അതിൽ തന്നെ കണ്ണൂരിന്റെ ആധിപത്യം അത് ഇന്ന് മറികടക്കാൻ കഴിയുമോ മറ്റു ജില്ലകൾക്ക് എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതെ, സജീവമായി 24 അവിടെ ഉണ്ടാകും.